രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ജടയും ധരിക്കണം, ശിരസിലെ കിരീടമല്ല ജടയാണ് വേണ്ടത്. അങ്ങനെ നീ 14 വർഷം അവിടെ പാർക്കുക. ഭരതനാകട്ടെ കിരീടം ധരിച്ച് പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അണിഞ്ഞ് വിഭൂഷിതനായിട്ട് ഭരത കോസലപതേ പ്രശാസ്തു വസുധാമിമാം. ഭരതൻ ഈ ഭൂമിയെ, ഈ രാജ്യത്തെ, ഇത് കോസലപതികൾ ഭരിക്കുന്നതായ നാടാണ്. അങ്ങ് സൂര്യന്റെ അത് ആ കാലം മുതൽ ഇന്നോളം ഈ പരമ്പര പാലിച്ചു പോന്ന നാടാണ്. ഈ നാടിന്റെ ഭരണാധിപനായിട്ട് ഭരതൻ വാഴണം. ഈ ഭൂമിയെ ഭരതൻ രക്ഷിക്കണം. ഈ ഭൂമി എങ്ങനെയുള്ളതാണ്? നാനാരത്നസമാകീർണം, പല പ്രകാരത്തിലുള്ള വിശിഷ്ട വസ്തുക്കൾ, വിലയേറിയതായ വസ്തുക്കൾ, രത്നങ്ങൾ, അവയെല്ലാം നിറഞ്ഞതാണ് ഈ ഉത്തരകോസലം. എന്ന് മാത്രമല്ല സവാജി രഥസങ്കുലം, വളരെയേറെ ആനകളും രഥങ്ങളും കുതിരകളും ഒക്കെ നിറഞ്ഞതായ അതിസമ്പന്നമായ വലിയ സൈനിക ശക്തി ഉള്ളതായ എല്ലാ പ്രകാരത്തിലുമുള്ള സമ്പത്തുകളെ കൊണ്ട് നിറഞ്ഞ ഈ നാടിനെ ഭരതൻ ഭരിക്കണം. ഇതാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്. അല്ലയോ രാമ, ഏതേന ത്വം നരേന്ദ്രോയം കാരുണ്യേന സമാപ്ലുതഃ ശോകൈഃ സംക്ലിഷ്ടവദനോ ന ശക്നോതി നിരീക്ഷിതും. ഞാൻ ഈ വരങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിന്നോടുള്ള കാരുണ്യത്താൽ, രാമ, നിന്നോടുള്ള ആ വാത്സല്യത്താൽ, സ്നേഹത്താൽ നിന്നെ കാട്ടിലേക്ക് അയക്കാൻ മടിച്ചിട്ട് ആ കാരുണ്യമാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹൃദയം മുഴുവൻ ശോകം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ശോകം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ പരിപൂർണമായിട്ടും കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ബാഹ്യമായ പ്രകടനം അദ്ദേഹത്തിന്റെ മുഖത്തിൽ കാണാം. ഈ കാരണത്താൽ അദ്ദേഹത്തിന് നിന്റെ നേരെ നോക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് ക്രോധം ഉണ്ടായിട്ടല്ല, നിന്നോട് അനിഷ്ടം ഉണ്ടായിട്ടുമല്ല, നിന്നെ കാനഡത്തിലേക്ക് അയക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എത്രയേ ഉള്ളൂ. അല്ലയോ രാമ, ഏതത് കുരു നരേന്ദ്രസ്യ വചനം രഘുനന്ദന. ഇത് രാജാവിന്റെ വാക്കാണ്. അദ്ദേഹത്തിന് പറയാനാവാത്തതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മഹാരാജാവിന്റെ ഈ വാക്കിനെ, അല്ലയോ രഘുനന്ദന, രഘുവിന്റെ വംശപരമ്പരയിൽ പിറന്നവന്, സൂര്യവംശത്തിൽ പിറന്ന രാജാക്കന്മാരെല്ലാം അങ്ങേയറ്റം ആദരണീയരാണ്, മഹനീയമായ കർമ്മങ്ങൾ നിരന്തരം ചെയ്തിട്ടുള്ളവരാണ്. ആ കൂട്ടത്തിൽ അങ്ങേയറ്റം പ്രശസ്തനായിട്ടുള്ള രാജാവാണ് രഘു. അദ്ദേഹത്തിന്റെ വംശത്തിൽ പിറന്നവർക്ക് എല്ലാവർക്കും അതുകൊണ്ട് രാഘവൻ എന്ന സ്ഥാനപ്പേര്. അത് ആ വംശത്തിൽ പിറന്ന ഓരോ രാജാവിന്റെയും മഹത്വത്തെ കാണിക്കുന്നു. നീ രഘുനന്ദനാണ്, രഘുവിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞാൽ രഘുവിന്റെ പുത്ര പരമ്പരയിൽ ജനിച്ചവനാണ്. രഘുവിന്റെ ആ മാഹാത്മ്യം, ആ കഴിവുകൾ, ആ ശ്രേയസ്, ആ വീരത, അതേപോലെ തന്നെ ആ ധർമ്മനിഷ്ഠ നിനക്കുണ്ടാകണം. അതിൽ നിന്ന് നീ ഒരിക്കലും വ്യതിചലിക്കരുത്. അതിനായി മഹാരാജാവിന്റെ ഈ വാക്കിനെ നീ ഉടനെ തന്നെ നടപ്പിലാക്കിയാലും ഒരു നിമിഷം പോലും
വൈകിക്കാൻ പാടില്ല എന്നുള്ളത് കൈകേയിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ആഗ്രഹമാണ്. അതുകൊണ്ട് കൈകേയി ഇത്രയേറെ വിശദമായിട്ട് നിർബന്ധപൂർവകമായി പറഞ്ഞു. തുടർന്ന് ശ്രീരാമചന്ദ്രൻ അവിടെ നിന്ന് ഈ അഭിപ്രായം താൻ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി പുറപ്പെടുന്നതാണ് അടുത്ത 19ാമത്തെ സർഗത്തില് നമ്മൾ നേരിട്ട് കാണുന്നത്. വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ 19ാമത്തെ സർഗം. തത് അപ്രിയം അമിത്രഘ്നോ വചനം മരണോപമം ശ്രുത്വാ ന വിവ്യഥേ രാമ കൈകേയീം ഛേദമബ്രവീത്. ആ ഭയങ്കരമായിരിക്കുന്ന വാക്യം, നീ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് പോകണം, ഭരതൻ കിരീടം വെക്കണം. എപ്പോഴാണ് ഇത് പറയുന്നത്? യുവരാജ്യ പദം കിട്ടുന്നതിന് തൊട്ട് മുകളിലതായ നിമിഷത്തിൽ. ഈ ലോകത്തിൽ ആർക്കും അത് അപ്രിയമായിട്ടുള്ള വാക്കാണ്. ആർക്കും അത് ഇഷ്ടപ്പെടില്ല. ആർക്കും ദുഃഖത്തെ ഉണ്ടാക്കും. പല പ്രകാരത്തിലുള്ള ക്രോധാദി ആവേശങ്ങളെ ഉളവാക്കും. അങ്ങനെ ആരുടെ മനസ്സിനെയും തകർത്തു കളയുന്നതായ ആ വാക്ക് രാമൻ കേട്ടു. എങ്ങനെയുള്ള രാമൻ? ദുർബലനായ രാമനല്ല, അമിത്രഘ്ന. വാൽമീകി എടുത്തു പറയുന്നു അവിടെ ശത്രുക്കളെയെല്ലാം സംഹരിക്കുന്നവനായ രാമൻ, അതിന് വേണ്ടുന്നതായ കരുത്തുള്ള രാമൻ. രാമന് ഈ അഭിപ്രായത്തെ തള്ളിക്കളയാൻ ശേഷിയില്ലാഞ്ഞിട്ടല്ല രാമൻ ആ അഭിപ്രായത്തെ സ്വീകരിക്കുന്നത്. തന്റെ ഹൃദയത്തിൽ ഇഷ്ടമല്ലെങ്കിലും ദുർബലന്മാര് ഇതേപോലെ പലതിനും വഴങ്ങിയെന്ന് വരാം. പക്ഷെ രാമൻ അങ്ങനെയല്ല. രാമൻ കൈകേയിയുടെ ആ വാക്കുകൾ അതേ പ്രകാരത്തിൽ അക്ഷരം പടി നടപ്പിലാക്കുന്നു. എന്തുകൊണ്ട്? കരുത്തുള്ളത് കൊണ്ട് തന്നെ. അതിനുള്ളതായ കരുത്തുണ്ട്. ബാഹ്യശത്രുവിനെ സംഹരിക്കാനും ആന്തരിക ശത്രുവിനെ സംഹരിക്കാനുമുള്ള ശേഷി രാമനുണ്ട്. ഉള്ളിലുള്ള ശത്രു ഏതാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം മുതലായവയാണ്. അതാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടും ഓരോരുത്തരെ നിരന്തരം പ്രേരിപ്പിക്കുന്നത്. രാമന്റെ ഉള്ളിലെ കാമക്രോധാദികൾ ഒന്നും തന്നെയില്ല. ആ ഹൃദയം അങ്ങേയറ്റം സാത്വിക ഭാവ ഭരിതമാണ്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം തെളിവിറ്റതാണ്. അതുകൊണ്ട് ഈ ക്രൂരമായിരിക്കുന്ന വര പ്രാർത്ഥന രാമന്റെ മനസ്സിൽ യാതൊരു ദുഃഖത്തെയും ഉളവാക്കിയില്ല. ശത്രുക്കളെയെല്ലാം സംഹരിക്കാൻ ശേഷിയുണ്ടായിരുന്നിട്ടും, ഈ വരപ്രാർത്ഥനയെ തള്ളിക്കളയാനുള്ള ശേഷിയുണ്ടായിരുന്നിട്ടും, ഈ പ്രാർത്ഥനയാകട്ടെ മരണോപമം, മരണത്തിന് തുല്യമാണ്. അത്ര കണ്ട് ക്രൂരമാണ് കൈകേയിയുടെ ഈ വാക്കുകൾ. ഇതെല്ലാം ശ്രുത്വാ കേട്ടിട്ടും നാം വിവ്യഥേ രാമഃ, രാമൻ വ്യസനിച്ചതേയില്ല. രാമന്റെ മനസ്സില് യാതൊരു വിപരീത ഭാവനകളും ഉണ്ടായതേയില്ല. എന്നിട്ട് രാമൻ സന്തോഷത്തോടുകൂടി, രാമന്റെ മുഖത്തില്, രാമന്റെ ഉള്ളിലെ സന്തോഷം പ്രകടമാണ്. എപ്പോഴും രാമന്റെ മുഖം ആനന്ദപൂർണമാണ്, പൂർണ്ണചന്ദ്രനെ പോലെ. ആ മനോഹാരിതയ്ക്ക് യാതൊരു കുറവും വന്നില്ല. ഉള്ളില് ഒരു നിമിഷമെങ്കിലും തല്ല് വിപരീതമായൊരു വികാരം സ്പന്ദിച്ചുവെങ്കിൽ രാമന്റെ മുഖത്ത് അത് പ്രകടമാകുമായിരുന്നു. അങ്ങനെ യാതൊരു വൈഷമ്യവുമില്ലാതെ രാമൻ കൈകേയീം ഛേദമബ്രവീത്, കൈകേയിയോട് ഇത് പറഞ്ഞു. ഏവമസ്തു, അങ്ങനെ തന്നെ ആകട്ടെ. ഭരതൻ രാജാവാകട്ടെ, ഞാനോ കാനനത്തിലേക്ക് പോകാം. അമ്മ ചോദിച്ച ഈ 2 വരങ്ങളും അതേ പ്രകാരത്തിൽ ഒരു മാറ്റവും കൂടാതെ നടക്കട്ടെ. രാമന്റെ ആ മറുപടിയുടെ ആദ്യ വാക്ക് തന്നെ അത് തന്നെയാണ്. മറുപടി പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഏവമസ്തു, അങ്ങനെ തന്നെ ഭവിക്കട്ടെ, അത് തന്നെ നടപ്പിലാകട്ടെ. എത്ര കണ്ട് അച്ഛനെ സത്യപ്രതിജ്ഞനാക്കാൻ രാമന് താല്പര്യമുണ്ട് എന്ന് മറുപടി പറഞ്ഞു തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ വാക്കിൽ തന്നെ പ്രകടമാണ്. ഗമിഷ്യാമി വനം വസ്തുമഹം ത്വിതഃ, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്.
ഞാൻ വനത്തിൽ വസിക്കുന്നതിന് വേണ്ടിയിട്ട് ഉടനെ തന്നെ ഗമിക്കുന്നുണ്ട്. കൈകേയിക്ക് ഉറപ്പായിട്ട് ആദ്യമേ അറിയേണ്ടത് അതാണ്. അതിലാണ് കൈകേയിക്ക് ഇപ്പോഴും ഭയം. കാട്ടിലേക്ക് പോകുന്നില്ല എന്ന് രാമൻ പറഞ്ഞാലോ? അതാണ് കൈകേയിയുടെ ഭയം. അതിനെ ആദ്യമായി തന്നെ രാമൻ ദൂരീകരിക്കുകയാണ്. ഞാനിതാ കാനനത്തിലേക്ക് പോകുന്നു. എങ്ങനെ? ജഡാ ചീരധരോ രാജ്ഞ പ്രതിജ്ഞാം അനുപാലയൻ. ജഡ ധരിച്ച്, മരൗരിയും ധരിച്ച്, രാജകുമാരനായല്ല, രാജാവായുമല്ല, സന്യാസവൃത്തിയായിട്ട് അച്ഛന്റെ പ്രതിജ്ഞയെ ഒരു കുറവും കൂടാതെ പാലിക്കുന്നവനായിട്ട് ഞാനിതാ കാനനത്തിലേക്ക് പോകുന്നു. അല്ലയോ ദേവി, അല്പം പോലും ദുഃഖം ഇതിന് വേണ്ട, അല്പം പോലും പരിഭ്രമവും ഇക്കാര്യത്തിൽ വേണ്ട. ഞാനിതാ ഉറപ്പായിട്ട് അമ്മയോട് പറയുകയാണ്, കാനനത്തിലേക്ക് രാമൻ ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു എന്ന്.